പട്ടായ ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. പിന്നീട് ടൂറിസം വളർന്നതോടെ നഗരമായി മാറി. അതോടൊപ്പം ആത്മീയവും അതുപോലെ സാംസ്കാരികവുമായിട്ടുള്ളൊരു പ്രധാന കേന്ദ്രമായിട്ട് മാറുകയാണ് പിന്നീട് ഉണ്ടായത്. Welcome to Soft Step Solo. Let's explore together. അങ്ങനെ വികസിപ്പിച്ചെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വോട്ട് ഫെറായെ അഥവാ ബിഗ് ബുദ്ധ ടെമ്പിൾ എന്ന് പറയുന്നത് പട്ടായയിലുള്ള. തായ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യം ആക്ച്വലി പ്രധാനമായിട്ടും ഒരു ബുദ്ധിസ്റ്റ് രാജ്യം തന്നെയാണ്. നാട്ടുകാരും സന്യാസിമാരും പട്ടായയിൽ ഒരു വലിയ ഒരു സ്പിരിച്വൽ പ്ലേസ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇവർ ഈ ഒരു എന്താ പറയുക ഗോൾഡൻ ടെമ്പിൾ, ബുദ്ധ ടെമ്പിൾ നിർമ്മിക്കാൻ ഉള്ള കാരണം. പ്രതുംനാഗ് ഹിൽസിൻ്റെ മുകളിലാണ് ആക്ച്വലി ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ അഥവാ ബിഗ് ബുദ്ധ സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി അത് അവിടെ തന്നെ സ്ഥാപിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥാപിച്ചാൽ നഗരം എന്താ പറയുക സുരക്ഷിതവും സമാധാനപരവുമാണെന്ന് ഈ നാട്ടുകാരൊക്കെ വിശ്വസിച്ചിരുന്നു. അതാണ് അവിടെ തന്നെ എന്താ പറയുക സ്ഥാപിക്കാനുള്ള മെയിൻ റീസൺ. ഈ ക്ഷേത്രം സ്ഥാപിച്ചത് 1940s ഈ ഒരു സ്റ്റാച്യു, അതായത് ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യു നിർമ്മിച്ചത് 1977 പിന്നീട് അത് പട്ടായയുടെ ഒരു ആത്മീയ ചിഹ്നമായിട്ട് തന്നെ മാറി. ഈ സ്റ്റാച്യുവിൻ്റെ വലിപ്പം ഏകദേശം 18 മീറ്ററാണ്. 59 ഫീറ്റ് ഉയരം ഏകദേശം ഉണ്ട്. പിന്നെ ചോൺപുരി പ്രദേശത്തിലെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമകൾ ഒന്നായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് ഈ ഒരു ബിഗ് ബുദ്ധ സ്റ്റാച്യു. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു എൻട്രൻസ് കയറി വരുന്ന അവിടെ സ്റ്റെപ്സിൻ്റെ 2 സൈഡായിട്ടും ഈ എന്താ പറയുക ഗോൾഡൻ കളറായിട്ടുള്ള നാഗരൂപങ്ങൾ കാണാം. അതൊരു ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവ് അല്ലെങ്കിൽ ടൂറിസ്റ്റിന് ഭയങ്കര അട്രാക്ഷൻ നൽകുന്ന ഒരു എന്താ പറയുക ഒരു രൂപങ്ങളാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഒരു ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് പട്ടായയുടെ ഫുൾ നഗരവും കാണാം. അതുപോലെ കടൽ, ജോംടിൻ ബീച്ച് ഒക്കെ ഒരു പാരസോണിക് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മെയിൻ ഈ ബുദ്ധ സ്റ്റാച്യുവിന് ചുറ്റും ആഴ്ചയിലെ 7 ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിവിധ ബുദ്ധരൂപങ്ങൾ ഇങ്ങനെ ചുറ്റും റൗണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഫുള്ള് റൗണ്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ഫുള്ള് ചെറുതും വലുതുമായിട്ടുള്ള കുറേ സ്റ്റാച്യു കാണാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഉള്ള മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഗോൾഡൻ ബുദ്ധൻ തന്നെയാണോ? ഇത് പ്യുവർലി ഗോൾഡൻ അല്ല, ഒരു എന്താ പറയുക സോളിഡ് ഗോൾഡ് അല്ല, കോൺക്രീറ്റും അതുപോലെ മറ്റ് കുറേ അതായത് പെയിൻറ്റ് കോട്ടിങ്, അതായത് ഗോൾഡൻ പെയിൻറ്റുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാച്യു ആണത്. അതായത് ഈ സ്റ്റാച്യുവിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളിലെ ആ ഒരു സപ്പോർട്ടിങ് സ്ട്രക്ചറൊക്കെ അയോൺ സ്റ്റീൽ ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ സിമൻറ്റ് പ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പുറത്തത്തെ ആ ഒരു ഔട്ട്ലൈൻ രൂപം കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ ഗോൾഡൻ പെയിൻറ്റ് കോട്ടിങ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളർ, അത് ഇപ്പം നമുക്ക് സൺലൈറ്റൊക്കെ വരുന്ന സമയത്ത് റിയൽ ഗോൾഡൻ കളർ നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഗോൾഡൻ ടെമ്പിൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ ബുദ്ധ ടെമ്പിൾ ചെറുതും വലുതുമായിട്ടുള്ള ടെമ്പിളിലൊക്കെ ഈ ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് അവർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടൂറിസ്റ്റ് വരാൻ നമ്മൾ ഈ ഒരു പട്ടായയിലേക്ക് വരാൻ തുടങ്ങിയതും 1960 to 70 ആ ഒരു ഇയറിലാണ് വരാൻ തുടങ്ങിയത്. പിന്നെ കുറേ ടെമ്പിൾസ്, ഇതുപോലത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെമ്പിൾസ്, ഹോട്ടൽസ്, എന്താ ബീച്ച് ടൂറിസം, ദെൻ ലാൻഡ്മാർക്ക് പ്ലേസസ് അങ്ങനെയൊക്കെ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി.
പിന്നെ ഇത് ഹിൽ ടോപ്പിലായതുകൊണ്ട് തന്നെ വളരെ ദൂരത്തുനിന്ന് തന്നെ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഒരു പാരസോണിക് വ്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ധ്യാനം, പ്രാർത്ഥന, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അതായത് ഓൾമോസ്റ്റ് ഞാൻ ഓൾറെഡി എൻ്റെ തായ്ലാൻഡ് വീഡിയോയിൽ പറഞ്ഞു, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് തായ്ലാൻഡ്. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, വളരെ സൈലൻ്റ് ആയിരിക്കും. ആരും അങ്ങനെ ടോക്കിംഗ് ഒന്നുമില്ല. ഇപ്പം നമ്മളവിടെയൊക്കെ ആണെങ്കിൽ കലബല കലബല ഭയങ്കര സൗണ്ടായിരിക്കും. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ സൈലൻ്റ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ കാണാം ഒരു സ്റ്റാച്യു. അതിൽ നമുക്ക് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഭാഗ്യമാണ് എന്നൊക്കെ, നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കും എന്നൊക്കെ ഉള്ള പോലെ ഇതുണ്ട്. അതായത് സ്റ്റൊമക്കിലൊരു ഒരു ഒരു ഹോളുണ്ട്. അതിൽ നമ്മൾ കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച കാര്യം സാധിക്കും. അങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അതുപോലെ ക്യാഷ് നമ്മൾ ഭണ്ഡാരത്തിലിടുന്ന പോലെയല്ല, അവർ ഒരു ഫ്ലാഗ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും. അതിലിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ വെക്കുന്നത്. ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തായ്ലാൻഡിലെ ഫസ്റ്റ് പട്ടായയിലെ ഫസ്റ്റ് ഡേ ആണത്. ഇതിൽ ഞാൻ ആഫ്റ്റർനൂണാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൽ വിസിറ്റ് ചെയ്തത്. അധികം ടൈമിൻ്റെ ആവശ്യമില്ല, കാരണം സ്റ്റെപ്സ് കയറി ടെമ്പിൾ ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ചു, അത്രയേ ഉള്ളൂ. ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഒരു വലിയ ബിഗ് ടെമ്പിളാണെന്ന് പറയാൻ പറ്റില്ല. മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സ്റ്റാച്യു തന്നെയാണ്. അങ്ങനെ ടെമ്പിൾ കണ്ടു, സ്ലോലി ഞാൻ സ്റ്റെപ്സ് ഇറങ്ങി. നെക്സ്റ്റ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബീച്ചിൻ്റെ ഫുൾ വ്യൂ. അതായത് പട്ടായ സിറ്റി മൊത്തം നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. സോ ഈ ഒരു ബുദ്ധമതം സ്വീകരിക്കുന്ന ആളുകളും അതുപോലെ ബുദ്ധ സ്റ്റാച്യു ഉള്ള സ്ഥലങ്ങൾ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ബീഹാറിലും ഇതുപോലെ വലിയ ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട്. അതായത് മഹാബോധി ടെമ്പിൾ, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ലേറ്റർ ഓൺ ഇടുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പട്ടായയിലുള്ള കോറൽ ഐലാൻഡുകൾ, അതിലുള്ള ബോട്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരൊറ്റ ഒരു പാരസോണിക് വ്യൂവിൽ ക്ലിയർലി നമുക്കിവിടെ നിന്നിട്ട് കാണാൻ പറ്റും. അത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് കണ്ടില്ല, എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാവും. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതും വളരെ കോമൺ ആയിട്ട് പട്ടായയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു, എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഷോ ആണ് അൽക്കസാർ കാബ്രെ ഷോ എന്ന് പറയുന്നത്. പട്ടായയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഷോയിലൊന്നാണത്. അത് മ്യൂസിക്സ്, ഡാൻസ്, ലൈറ്റ്നിങ്, കോസ്റ്റ്യൂംസ്, സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണത്. തായ്ലാൻഡിലെ ലേഡി ബോയ് കാബററ്റ് ഷോ എന്ന പേരിലാണ് ഇത്. ഭയങ്കര ലോക പ്രശസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. ബിഗ് ബുദ്ധ ടെമ്പിളിൽ എൻട്രി ഫുള്ളി ഫ്രീ ആണ്. പക്ഷേ അതുപോലെയല്ല, അൽക്കസാർ ഷോ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നോർമൽ സീറ്റും VIP സീറ്റും ഉണ്ട്. നോർമൽ സീറ്റിന് ഏകദേശം സീറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഒരു 800 തായ് ബാത്തൊക്കെ വരുന്നുണ്ട്. VIPക്ക് അതൊരു 1200 തായ് ബാത്തിൻ്റെ അടുത്താണ് വരുന്നത്. 5 കിലോമീറ്റർ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ബിഗ് ബുദ്ധ ടെമ്പിളിന് ഈ അൽക്കസാർ കാബ്രറ്റ് ഷോയുടെ പ്ലേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഷോ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 1981 നവംബർ 8-നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ചെറിയ തിയേറ്റർ ആയിരുന്നു, പക്ഷേ ഏകദേശം ഒരു 350 സീറ്റ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോറിനേഴ്സൊക്കെ വരാൻ തുടങ്ങി, കൂടുതലായിട്ട് എത്താൻ തുടങ്ങിയപ്പം മോഡേൺ തിയേറ്ററുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1990-ലാണ് ഒരു ബിഗ് തിയേറ്റർ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 1200 ആളുകൾക്ക് ഇരിക്കാനുള്ള രീതിയിൽ ഒരു വൈഡായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം ഞാൻ VIP-യിലല്ല ഇരുന്നത്, നോർമൽ സീറ്റിലാണ്, ബാക്ക് സൈഡ്. സോ അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ എന്തോരം ആളുകളും സ്റ്റേജും അത്രത്തോളം വൈഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്.
ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ്നിങ്ങും സൗണ്ട് സിസ്റ്റവുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയ സ്റ്റേജ് എഫക്ട്സുകളുണ്ട്, പിന്നെ ഗ്ലിറ്റേഴ്സ്, കോസ്റ്റ്യൂംസുകൾ, ഇൻ്റർനാഷണൽ ഡാൻസ് പെർഫോമൻസ്, പിന്നെ ബോളിവുഡ്, കൊറിയൻ, തായ്, റഷ്യൻ സ്റ്റൈൽ പെർഫോമൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൽ ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഷോയിൽ ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ ലേഡി ബോയ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് കൂടുതലും പെർഫോം ചെയ്യുന്നത്. പിന്നെ തായ്ലാൻഡിൽ ഇവരുടെ സ്റ്റേജ് പെർഫോമൻസ് അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസുകളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കോമഡി അങ്ങനത്തെ എല്ലാതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പെർഫോമൻസ് തന്നെയാണിത്. എന്തുകൊണ്ട് ഈ അൽക്കസാർ കാബററ്റ് സ്റ്റേജ് ഷോ ഇത്രയും ഫേമസ് ആയി എന്ന് ചോദിച്ചാൽ, ഈ പട്ടായ നൈറ്റ് ലൈഫിലെ ഏറ്റവും ടോപ്പ് അട്രാക്ഷനാണ് ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ്. ദെൻ കളർഫുൾ കോസ്റ്റ്യൂംസും ഡാൻസും പിന്നെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഇതിൽ അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് തായ്ലാൻഡിലെ കൾച്ചറും അതുപോലെ ഇൻ്റർനാഷണൽ മ്യൂസിക് മിക്സ് കൂടിയിട്ടുള്ള പ്രോഗ്രാംസും. പിന്നെ ടൂറിസ്റ്റ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് തായ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 100% ടൂറിസ്റ്റുകളും ഈ ഒരു ഷോ മിസ്സാക്കില്ല പട്ടായയിലെ വന്നു കഴിഞ്ഞാൽ. ഈ ഷോ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. പിന്നെ അതിൽ തന്നെ ഈ ഞാൻ പറഞ്ഞ എല്ലാതും മിക്സായിട്ട് എല്ലാ പ്രോഗ്രാംസും സ്റ്റേജ് പ്രോഗ്രാംസും കാണിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി പല ടൈമിങ്ങുകളിലുമാണ് ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി നൈറ്റാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. പട്ടായ സിറ്റീൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ ഒരു തിയേറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ലൊക്കേഷനിൽ എത്തിപ്പെടാൻ വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഷോ കഴിഞ്ഞാൽ ഈ പെർഫോമേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ പേ ചെയ്യണം. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഇതിൽ മെയിനായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ തായ് കോസ്റ്റ്യൂംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലാസിക്കൽ തായ് ഡാൻസ് മൂവ്മെൻറ്റ്സ്, പിന്നെ ടെമ്പിൾ റോയൽ സ്റ്റൈൽ തീമിലുള്ള പെർഫോമൻസും ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റിൽ ഈ ഒരു 1.5 മണിക്കൂറിൽ ഇവർ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി സോങ്സ്, ഇന്ത്യൻ സ്റ്റൈൽ കളർഫുൾ ഡാൻസ്, പിന്നെ ബോളിവുഡ് കോസ്റ്റ്യൂംസ് തീംസും ഇതിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് കൊറിയൻ മ്യൂസിക്സും അതുപോലെ മോഡേൺ K-pop ഡാൻസ് സ്റ്റൈല്, പിന്നെ LED ഫാസ്റ്റ് കൊറിയോഗ്രാഫി അതും ഇതിലുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് ഫാൻ ഡാൻസുകളും ട്രഡീഷണൽ ഏഷ്യൻ കോസ്റ്റ്യൂംസ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റേജ് സെറ്റപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഓരോ സെഗ്മെൻ്റായിട്ട് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലേഡി, കുറച്ചു തടിച്ചിട്ടുള്ള ഒരു ലേഡി ഇതുപോലെ ഒരു കോമഡി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സിംഗിളായിട്ടാണ് ഒറ്റ ലേഡി ഓവറോൾ ആ സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, കോമഡികളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റോറി ടെല്ലിങ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ തീം ബേസ്ഡ് ആക്ടിങ്ങും ഒക്കെ ഇതിലുണ്ട്. പക്ഷേ ഫുൾ മൂവി ലൈക്ക് സ്റ്റോറിയൊന്നും ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഓരോ സെഗ്മെൻറ്റിലും വ്യത്യസ്തമായിട്ടുള്ള തീമുകളൊക്കെ അവർ മാക്സിമം ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 8 to 17 ഡിഫറെൻറ്റ് ആക്ട്സ് ആൻഡ് സെഗ്മെൻറ്റ്സുകളാണ് ഓവറോൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ആക്ടിനും ഡിഫറെൻറ്റ് കൺട്രി, കൾച്ചർ, തീം ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ, അതായത് എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ലേഡി ബോയ് പെർഫോമൻസ് ആണ്. അത് ഈ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര പ്രൊഫഷണലി ഉള്ള ഡാൻസാണ്. അവരുടെ ഒരു ഭയങ്കര പെർഫെക്ഷനുള്ള ഡാൻസ് പെർഫോമൻസിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സെക്ഷനാണത്. പിന്നെ മാസീവ് ലൈറ്റ്, LED ലൈറ്റ്നിങ്, പിന്നെ ഫാസ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ചസുകളൊക്കെ ഉണ്ട്. ഒരു ഡ്രസ്സ് ഇട്ട് പെട്ടെന്ന് അടുത്ത ഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. പിന്നെ ഇൻ്റർനാഷണൽ കൾച്ചറൽ മിക്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്.
പിന്നെ ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും സെൻറ്ററിൽ അല്ല എനിക്ക് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സൈഡ് വ്യൂ മാത്രമാണ് എടുക്കാൻ പറ്റിയത്. ഫുള്ളി എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് അവരുടെ ഫേസിലൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനത് 2024 ഈ തായ്ലാൻഡ് പട്ടായയിൽ ഞാൻ പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാനൊരു വ്ളോഗിങ് ചെയ്യുന്നു പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എന്താണ് ഇങ്ങനെ ട്രിപ്പ് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മെമ്മറീസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചെന്നുള്ളൂ. പക്ഷേ ഇപ്പം 2026 ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് വിചാരിച്ചില്ല ഞാനിങ്ങനെ വ്ളോഗിങ് ഞാൻ ചെയ്യുമെന്ന് ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഞാൻ ഓവറോൾ ഈ വീഡിയോസ് മൊത്തം ഒരു 1.5 മണിക്കൂറുള്ള വീഡിയോയിൽ ഒരു പകുതിയെങ്കിലും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് മാക്സിമം. ഈ ഷോ മൊത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്ത ആളുകളെല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലി എല്ലാവർക്കും പബ്ലിക്കിന് പോയിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയി ഒരു ലേഡീൻ്റെ അടുത്ത് ഒരു ചോപ്പ് എന്താ പറയുക ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആളെടുത്ത് ഞാൻ പോയി ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ ചാർജ് അതിന് വേണം, എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വേഗം ഓടി. എല്ലാ ആളുകളും അങ്ങനെ ലാസ്റ്റ് കുറേ ആൾക്കാർ അല്ലാതെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ക്രൗഡ്. അപ്പം നമ്മളിപ്പം നോർമലി ഈ എന്താ പറയുക ആദ്യമായിട്ട് കാണുന്ന ഒരാളാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നോർമൽ എന്താ പറയുക ലേഡീസാണെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ അങ്ങനെ ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ക്ലിയർ നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പുറത്തുനിന്ന് ഈ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഉള്ള എക്സ്ട്രാ ചാർജ് എനിക്ക് തോന്നുന്നൊരു 200 തായ് ബാത്താണ് അന്ന് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അവർ. ഈ അൽക്കസാർ കാബറെ ഷോ എന്ന് പറയുന്നത് ഒരു ബിഗ് സ്പെഷ്യാലിറ്റി ഡാൻസ് മാത്രമല്ല, ഒരു ഫുൾ സ്റ്റേജ് പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ആണ്. അതായത് പട്ടായ നൈറ്റ് ലൈഫിലെ മോസ്റ്റ് ഗ്ലാമറസ് എൻ്റർടൈൻമെൻറ്റ് ഷോ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പൊതുവേ തായ്ലാൻഡിനെ പറ്റിയിട്ട് ഒരു തെറ്റായൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഫാമിലിയും കുട്ടികളുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല തായ്ലാൻഡ് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു അഡൾട്ട് നൈറ്റ് ക്ലബ് ഷോ മാത്രമല്ല, ഫാമിലിക്കും ടൂറിസ്റ്റിനും സേഫ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഷോയും കൂടിയാണത്. ഗ്രാൻഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാലെ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു തായ് റോയൽ കൾച്ചറൽ സ്റ്റൈലിലുള്ള പ്രോഗ്രാം ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള മാസീവ് ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ ഗിൽറ്റർ കോസ്റ്റ്യൂംസ്, ഹൈ എനർജി മ്യൂസിക് ഉള്ള ഒരു ഗ്രാൻഡ് എൻഡിങ്ങും ലാസ്റ്റിലേക്ക് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആണ്. പിന്നെ ഒരു നോൺ സ്റ്റോപ്പ് ഒരു 2.5 എൻ്റർടൈൻമെൻ്റ് ആണ്. കളർഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഇൻ്റർനാഷണൽ മ്യൂസിക്സ് ഉണ്ട്. യുണീക്ക് തായ്ലാൻഡ് നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസുമാണത്. പട്ടായയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വ്ളോഗ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള 3 സ്ഥലങ്ങളാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ പോയത് നോങ് നോച്ച് ഗാർഡനിലാണ്. അത് ഹാഫ് ഡേ ഞാൻ അതിൽ എക്സ്പ്ലോർ ചെയ്തു. സെക്കൻഡാണ് ഈ പറയുന്ന ബിഗ് ബുദ്ധ ടെമ്പിളും ദെൻ ഈ അൽക്കസാർ
ഷോയും അത് അവിടെ ഫിനിഷായി. പിന്നെ ഇനി ബാക്ക് ടു ഹോട്ടൽ. സോ സെക്കൻഡ് ഡേ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പ്ലേസിൻ്റെ ഫുൾ വീഡിയോസ്, അതായത് തേർഡ് വ്ളോഗുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.